മൂന്നാക്കൽ പള്ളിയുടെ കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുത്ത ലീഗുകാർക്കെതിരെ വിധി. മൂന്നാക്കൽ പള്ളി മുൻ മഹല്ല് ഭാരവാഹികളായ 4 പേർക്കെതിരെയാണ് വിധി വന്നത്. വഖഫ് ബോർഡിന് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയതായി ബോർഡ് കണ്ടെത്തി. പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടിയേക്കുമെന്നാണ് സൂചന. എടയൂർ മൂന്നാക്കൽ പള്ളി മുൻ മഹല്ല് ഭാരവാഹികളായ 4 പേർക്കെതിരെയാണ് ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന വഖഫ് ബോർഡ് നിർണായക വിധി പുറപ്പെടുവിച്ചത്. കൊള്ളയടിക്കപ്പെട്ടത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും സ്വർണ്ണ ഉരുപ്പടികളുമാണെന്ന് ബോർഡ് കണ്ടെത്തി. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യാതെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഭാരവാഹികൾ വരുത്തിവെച്ചതെന്നാണ് വഖഫ് ബോർഡ് കണ്ടെത്തൽ. നഷ്ടം നികത്തുന്നതിനായി പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയേക്കുമെന്നും സൂചനയുണ്ട്. 17 വർഷം നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് വഖഫ് ബോർഡ് പള്ളി കമ്മിറ്റി ഭാരവാഹികളായ VP സുബൈർ, പുതുക്കുടി അബൂബക്കർ, പാലക്കൽ ഷെരീഫ്, വലിയപറമ്പിൽ സദക്കത്തുള്ള എന്നിവരെ പ്രതികളെന്ന് കണ്ടെത്തുന്നത്. മൂന്നാക്കൽ മഹല്ല് നിവാസികളായ കലക്കപ്പാറ അലവി, കൊട്ടാമ്പാറ മാളിയേക്കൽ മുഹമ്മദ് കുട്ടി, VP ആലിയാമുട്ടി തുടങ്ങിയവർ വഖഫ് ബോർഡിന് നൽകിയ പരാതിയിലാണ് ബോർഡിന്റെ ചരിത്രത്തിലെ നിർണായക വിധി. വലിയ പേരിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു, പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പല രേഖകളും കാര്യങ്ങളും ഇവർക്കും ഞങ്ങൾക്കും അപ്പോഴാണ് 2005 വിവരാവകാശ നിയമത്തിൽ വന്നത്. ആ വന്ന സമയത്ത് ആ നിയമം വെച്ചിട്ടാണ് നമ്മൾ വിവരാവകാശം പല രേഖകളും വഖഫ് ബോർഡിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെട്ട് വാങ്ങി. ആ വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെടുത്ത് അഴിമതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ 2005 മുതൽ ഈ സമയം വരെ ഇതിനു വേണ്ടി നിയമ പോരാടുന്ന സമയത്ത് നമ്മളിതിന് തുടങ്ങുന്ന സമയങ്ങളിലൊന്നും ഒരാളും നമ്മൾക്ക് കൂട്ടുണ്ടായിരുന്നില്ല. അത് കുറച്ചാള് തലയ്ക്ക് സുഖമില്ലാത്തവര് എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ പറയും ഒരു കെട്ട് ബീഡി വാങ്ങാൻ കാശില്ലാത്തവരാണോ ഇതിന് നടക്കണേ എന്നായിരുന്നു ഇവരെ ചോദ്യം. അങ്ങനെ ചോദിച്ചിട്ടും നമ്മൾ ഇവരോട് നിരന്തരം പോരാടി പോന്നിട്ട് ഇപ്പോ ഇവര് സ്വർണം കൊണ്ടുപോകുമ്പോൾ തൂക്കി നമ്മൾ ചായപ്പൊടി തൂക്കുന്ന സാധനത്തിൽ വെച്ചിട്ടായിരുന്നു സ്വർണം തൂക്കിക്കൊണ്ടിരുന്നത്. പൈസ വലിയ പെട്ടിയിലാക്കിയിട്ട് രാത്രി ഇവിടെ എന്തോ നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ ഒരു വിജിലൻസ് തെരച്ചിൽ നടത്തും, DD തെരയാൻ വരും എന്നൊക്കെ പറഞ്ഞ് രാത്രിക്ക് രാത്രി പെട്ടിയിലാക്കി പൈസകൾ മുഴുവൻ കൊണ്ടുപോയിട്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളും മറ്റും കാലാവധി കഴിഞ്ഞിട്ടും നിയമാനുസരണം കമ്മിറ്റി ജനറൽ ബോഡി വിളിച്ചുകൂട്ടുകയോ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുകയോ കമ്മിറ്റികളിൽ അവതരിപ്പിക്കുകയോ ചെയ്യാതെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം മൂന്നാക്കൽ പള്ളി വഖഫിൽ നിന്നുള്ള വരുമാനവും സ്വത്തുക്കളും കമ്മിറ്റി ഭാരവാഹികൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം മൂന്നാക്കൽ പള്ളിക്ക് വരുത്തിവെച്ചതായും സംസ്ഥാന വഖഫ് ബോർഡ് കണ്ടെത്തി. പള്ളിയിലെ സ്വത്തുക്കളും സ്വർണ്ണ ഉരുപ്പടികളും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് കൊള്ളയടിക്കപ്പെട്ടതെന്നും വഖഫ് ബോർഡ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വഖഫ് നിയമപ്രകാരവും ക്രിമിനൽ നടപടി ചട്ടപ്രകാരവും കേസെടുക്കാനും ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയ കോടിക്കണക്കിന് രൂപയും സ്വർണ്ണ ഉരുപ്പടികളും പ്രതികളിൽ നിന്നും റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് തിരിച്ചുപിടിക്കാനും വഖഫ് ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ നമ്മക്കെതിരെ പോലെ എന്ത് പലജാതി ഭീഷണി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അവരോടൊരു കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. അവരോട് ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ നീ ആരാന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ നേരക്ക് വരും. ഇവിടെ ഒരുപാട് നോട്ടീസും കാര്യങ്ങളും അച്ചടിച്ചു കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഭയങ്കര ഒരു വിധമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ വന്ന് തങ്ങന്മാർ വന്ന് പല മധ്യസ്ഥയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഇവിടെ വിജയം കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കൊണ്ടുപോയ മുതൽ തിരിച്ചു വെക്കാതെ ഒരു മധ്യസ്ഥ കൂടെ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ ഈ 17 വർഷത്തെ പോരാട്ടത്തിന് ശേഷം ഇന്നലെ 12-ാം തീയതി അനുകൂലമായ ഒരു വിധി ഇപ്പോൾ നമ്മളെ വഖഫ് ബോർഡ് ചെയർമാൻ നമ്മുടെ ടി. സാഹിബ് വന്നതിന് ശേഷമാണ് ഇവർക്ക് അനുകൂലമായ വിധി